ദേശീയപാതയ്ക്ക് സമാന്തരമായുള്ള മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നു. കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം നീളാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മൂന്നാംകുറ്റിയിൽ നിന്നും നിലവിൽ ഗുരുമന്ദിരം ജംഗ്ഷൻ വരെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയായത്. ഇനി കൃഷ്ണപുരം പഞ്ചായത്തിൽപ്പെടുന്ന ഹെൽത്ത് സെന്റർ വരെയുള്ള നിർമ്മാണമാണ് പൂർത്തിയാക്കാനുള്ളത്. കായംകുളം മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. ദേശീയപാതയ്ക്ക് സമാന്തരമായുള്ള റോഡിന്റെ നിർമ്മാണമാണ് നീളുന്നത്. കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം നീളുവാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മൂന്നാംകുറ്റിയിൽ നിന്നും നിലവിൽ ഗുരുമന്ദിരം ജംഗ്ഷൻ വരെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയായത്. ഇനി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ഹെൽത്ത് സെന്റർ വരെയുള്ള നിർമ്മാണമാണ് പൂർത്തീകരിക്കാനുള്ളത്. ഇവിടെ മെറ്റൽ വിരിച്ചതല്ലാതെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഇതുമൂലം മഴക്കാലമായതോടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. നൂറുകണക്കിന് ആളുകൾ ദേശീയപാതയിൽ എത്തുവാൻ മൂന്നാംകുറ്റി കൃഷ്ണപുരം പാതയെയാണ് ആശ്രയിക്കുന്നത്. കരാറുകാരന്റെ അനാസ്ഥ മൂലം കുണ്ടും കുഴിയുമായി റോഡ് കിടക്കുകയാണ്. BMBC നിലവാരത്തിൽ റോഡ് നവീകരിക്കുന്നതിനായി 5.25 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇനി നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഭാഗങ്ങളിൽ ഓട നിർമ്മിച്ചിട്ടില്ലാത്തതിനാൽ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി പറഞ്ഞു. ദേശീയപാതയെയും KP റോഡിനെയും ബന്ധിപ്പിക്കുന്ന മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡ് തകർന്ന് താറുമാറായിട്ട് 4 വർഷം പിന്നിടുന്നു. ആദ്യഘട്ടത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞ് വർക്ക് മുടങ്ങിയെങ്കിലും ഇപ്പോൾ 1 വർഷത്തിലേറെ കാലമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് പകുതി ടാർ ചെയ്യുകയും പകുതി മെറ്റൽ ചെയ്ത് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയത് മൂലം 50ഓളം കുടുംബങ്ങൾ ഈ കാപ്പിൽ ആരുമൂടി ജംഗ്ഷന് കിഴക്കുവശമുള്ള പാവുത്തറ ജംഗ്ഷന് സമീപം വെള്ളത്തിലാണ്, പൂർണ്ണമായി വെള്ളത്തിലാണ്. ഈ പ്രദേശത്ത് റോഡ് കര കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയാണ് മഴക്കാലത്ത്. ഒരു സൈഡിൽ ഓടയുണ്ട്, ഒരു സൈഡിൽ നിന്നും വെള്ളം ഇപ്പുറത്തോട്ട് എത്താനുള്ള ഓട സൗകര്യം ഇല്ലാത്തത് കാരണം ഈ 50ഓളം വീട് കുടുംബങ്ങൾക്ക് നിത്യദുരിതത്തിലേക്ക് മാറ്റുന്ന രീതിയിലാണ് റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അടിയന്തരമായി PWD അധികാരികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ നിർമ്മാണ പ്രവർത്തനം ശാസ്ത്രീയമായ രീതിയിൽ ജലനിർഗമനത്തിന് ഉതകുന്ന തരത്തിൽ പൂർണ്ണമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയും അഭിപ്രായം. ഇത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭണ പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൻപിച്ച പ്രക്ഷോഭണ പരിപാടികൾ നടത്തുകയും ആ ശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഈ പണി നടത്തുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തും. നിർമ്മാണ കാലാവധി തീർന്നിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് കരാറുകാരൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ചിറപ്പുറത്ത് മുരളി ആരോപിച്ചു. CDNet ന്യൂസ് കായംകുളം.